ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധമായ ഈ വലിയ നോയമ്പ് കാലത്ത് ഈ പ്രോഗ്രാമിലേക്ക് എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആഹ്ലാദചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ വാഴ്ത്തിയിടുവിൻ. ശക്തി സങ്കേതമാം ഉന്നതനീശനെ പാടിപ്പുകഴ്ത്തിയിടുവിൻ. നമുക്ക് സങ്കീർത്തനങ്ങളിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് സങ്കീർത്തനം 60 മുതൽ 62 വരെയുള്ള ഭാഗങ്ങളാണ്. സങ്കീർത്തനം 60 നമുക്ക് അതിൻ്റെ വചനം ഹെഡിങ് തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം. സങ്കീർത്തനം 61 ദൈവം സുശക്ത ഗോപുരം. സങ്കീർത്തനം 62 ആശ്വാസം ദൈവത്തിൽ മാത്രം. സങ്കീർത്തനം 62:1 പറയുന്നത് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്ന് മാത്രമാണ് എനിക്ക് രക്ഷ നൽകുന്നത്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ സങ്കീർത്തന പാരായണത്തിലേക്ക് കടക്കാം. 60 തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു, ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു. അവിടുന്ന് കുപിതനായിരുന്നു, ഞങ്ങളെ കടാക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു, അവിടുന്ന് അതിനെ പിളർന്നു. അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ, അതിടിഞ്ഞു വീഴാറായിരിക്കുന്നു. അങ്ങ് സ്വന്തം ജനത്തെ കഠിന യാതനയ്ക്കിരയാക്കി. അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു. ആനന്ദപൂർവ്വം ഞാൻ ശെക്കെമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും. ഗിലെയാദ് എനിക്കുള്ളതാണ്, മനാസേയും എൻ്റേത് തന്നെ. എഫ്രായീം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മൊവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം അഴിച്ചു വയ്ക്കും. ഫിലിസ്ത്യരുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുന്നത്. സങ്കീർത്തനം 61 ദൈവം സുശക്ത ഗോപുരം. ഗായക സംഘ നേതാവിന് തന്ത്രീനാദത്തോടെ ദാവീദിൻ്റെ സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരായുള്ള സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. ദൈവമേ, അങ്ങൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു. അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി. രാജാവിന് ദീർഘായുസ് നൽകണമേ. അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ. ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും അവിടുത്തെ കാരുണ്യവും അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ. അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ അവിടുത്തെ നാമത്തെ എന്നേക്കും പാടിപ്പുകഴ്ത്തും. അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും. സങ്കീർത്തനം 62 ആശ്വാസം ദൈവത്തിൽ മാത്രം. ഗായക സംഘ നേതാവിന് യദുദൂൻ രാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടെ നിന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. ഞാൻ കുലുങ്ങി വീഴുകയില്ല. ചരിഞ്ഞ മതലും ആടുന്ന വേലിയും പോലുള്ള ഒരുവനെ തകർക്കാൻ നിങ്ങൾ എത്ര നാൾ ഉരുമ്പെടും? അവൻ്റെ ഔന്നത്യത്തിൽ നിന്ന് അവനെ തള്ളിയിടാൻ മാത്രമേ അവർ ആലോചിക്കുന്നത്. അവർ വ്യാജത്തിൽ ആനന്ദിക്കുന്നു, അധരങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ശപിക്കുന്നു.
ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം. അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. അവിടെ നിന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും. എനിക്ക് കുലുക്കം തട്ടുകയില്ല. എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ്. എൻ്റെ രക്ഷാശിലയും അഭയകേന്ദ്രവും ദൈവമാണ്. ജനമേ, എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ. അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ. അവിടെ നിന്നാണ് നമ്മുടെ സങ്കേതം. മർത്യനൊരു നിശ്വാസം മാത്രം, വലിയവനും ചെറിയവനും ഒന്നുപോലെ മിഥ്യയാണ്. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ മുഴുവൻ ചേർന്നാലും ശ്വാസത്തേക്കാൾ ലഘുവാണ്. ചൂഷണത്തിൽ ആശ്രയിക്കരുത്. കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്. അവിടുന്ന് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ശക്തി ദൈവത്തിൻ്റേതാണ്. കർത്താവേ, കാരുണ്യവും അങ്ങയുടേതാണ്. അവിടുന്ന് മനുഷ്യന് പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളെ തീർച്ചയായും ദൈവം അനുഗ്രഹിക്കും. വിശ്വാസപൂർവ്വം പ്രത്യാശയോടെ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ സങ്കീർത്തന പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്നതിന് ഈ സങ്കീർത്തനം എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ അതൊരു സുവിശേഷ വേലയായി, പ്രേക്ഷിത പ്രവർത്തനമായി ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചെയ്യാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇതിലെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. നന്ദി. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം